സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ കൽപ്പറ്റ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സജീവമാകാൻ ഒരുങ്ങുകയാണ് LDF സ്ഥാനാർത്ഥി P.K. അനിൽകുമാർ. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞാകും മണ്ഡലത്തിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കുകയെന്നും P.K. അനിൽകുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വയനാട്ടിൽ നിന്നും ലിൻഡോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. RJD സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള P.K. അനിൽകുമാറിനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെ കാണുന്നു? അല്ല, ഇതൊരു വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത്. LDFിൻ്റെയും അതുപോലെ തന്നെ RJD പാർട്ടി ഇത് എനിക്ക് തന്ന വലിയൊരു അംഗീകാരമാണ്. കാരണം ഒരു പ്രതിസന്ധിയിലുണ്ടായപ്പോൾ എൻ്റെ കൂടെ നിന്നത് LDF ആണ്, RJD ആണ്. ശ്രീ ശ്രേയംസ് കുമാർ അടക്കമുള്ള നേതാക്കൾ എന്നെ ചേർത്ത് പിടിക്കുകയും അവരെനിക്ക് 5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കൽപ്പറ്റയിൽ മത്സരിക്കാൻ അവസരം തന്നു എന്നൊരു വലിയൊരു അംഗീകാരമായി കാണും. ഈ T. സിദ്ദിഖാണല്ലോ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ തന്നെ പ്രചരണവും മറ്റും തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു എതിർ സ്ഥാനാർത്ഥിയെ മത്സരത്തെയൊക്കെ വിലയിരുത്തുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, LDFും UDFും ആണ് മത്സരം. T. സിദ്ദിഖും അനിലും എന്ന് പറയുന്നത് അതിൻ്റെ മുന്നിലുള്ള 2 സിംബോൾസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആരും മത്സരിക്കുന്ന നോക്കുന്നില്ല. ഇവിടെ രാഷ്ട്രീയം പറയും, ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ പറയും, അങ്ങനെ ഇലക്ഷനെ നേരിടുക എന്നുള്ളത് മാത്രമാണ്. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചുകൊണ്ട് വോട്ട് നേടാം, വിജയിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് RJD സംസ്ഥാന നേതാവായിട്ടുള്ള P.K. അനിൽകുമാർ പങ്കുവെക്കുന്നത്. ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.